ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ദേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിന്ന് അടുത്തൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മളിത് നേരം വെളുക്കും വന്നേക്കുവാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു റൂട്ട് ബസ്സാണ് ഗൈസ് ഓടിക്കാൻ കിട്ടിയേക്കണത്. അപ്പോൾ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഇന്ന് ഡ്രൈവർ ഇല്ല. അപ്പം നമ്മളാണ് ഇന്ന് ഓടിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ BSKയുടെ വണ്ടിയാണ് ഗൈസ്. BSKയുടെ ഓർഡിനറി ബസ്സാണ് ഇത്. നമ്മുടെ പെരുമ്പാവൂർ കോതമംഗലം റൂട്ട് ഓടുന്ന വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഇന്ന് ഇവൻ്റെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്കേതായാലും വണ്ടി നമ്മുടെ BSKയുടെ പെട്രോൾ പമ്പിലാണ് ഇട്ടേക്കണത്. അപ്പോൾ അവരുടെ തന്നെ പമ്പാണ് ഗൈസ്. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഇച്ചിരി ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കണം. നേരത്തെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഡ്രൈവർ ഡീസലും കാര്യങ്ങളൊന്നും അടിച്ചില്ല. പെട്ടെന്ന് തന്നെ ഒരു പോക്കങ്ങ് പോയി. അപ്പോൾ നമുക്കതായാലും ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാനാണ് ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണത്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് പോയേക്കാം. ഇവിടെ ആകുമ്പോൾ ഏതായാലും പെട്രോളിനൊക്കെ നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. കാരണം ഇവരുടെ തന്നെ പമ്പാണ്. പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വണ്ടി എടുക്കാം. അപ്പം അതിന് മുന്നേ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒന്ന് ചുറ്റും നടന്ന് കാണിച്ചു തരാം ഗൈസ്. നമുക്കതിൽ ഇനി സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഔട്ട്ഡോർ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഇൻറ്റീരിയറിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വയ്യൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടില്ല, അതാണ് ലൈറ്റ് ഇടാത്തത്. അത്യാവശ്യം അടിപൊളി ഒരു ഇൻറ്റീരിയറാണ് ഗൈസ്. അതാണ് ഈ ലൈറ്റ് ഇടാത്ത കാരണം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് പുറകിൽ നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് BSKയുടെ. പിന്നെ ഇത് നമ്മൾ ഫ്രണ്ടോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ വയ്യൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ വരുന്നത്. 2 എയർ ഡോർ ഉണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. കരൂര് ബോഡിയാണ്, കൊണ്ടോടിയല്ല. അപ്പോൾ ഏതായാലും കരൂരിൽ നല്ല സെറ്റപ്പ് ആക്കി ഇറക്കിയിട്ടുണ്ട് വണ്ടി. പിന്നെ ഇത് നമ്മുടെ റൂട്ട് ബസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി ഫ്രണ്ടിൽ സ്ഥലമൊക്കെ ഉണ്ട്. ഈ വണ്ടിക്കാണെങ്കിൽ ഇച്ചിരി സ്ഥലം കുറവുണ്ട് ഗൈസ്. ഇത് ഭാരത് ബെൻസിൻ്റെ ചേസാണ്. ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഈ ഡോറൊന്ന് തുറക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇവൻ്റെ ഫ്രണ്ടിലോട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ വയ്യൻ്റെ ഫ്രണ്ട്. ഭാരത് ബെൻസിൻ്റെ ചേസാണ് ഗൈസ്. ഭാരത് ബെൻസിൻ്റെ ചേസിൽ കരൂര് ബോഡിയാണ് ഇവന്മാർ ചെയ്തേക്കണത്. അത്യാവശ്യം സ്റ്റൈലിഷ് ഒരു ബോഡിയാണ് ഗൈസ്. DRLും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഹെഡ്ലൈറ്റും ഒരു DRLും ആണ് ഒരു സൈഡിൽ വന്നത്. പിന്നെ ഇവന് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ കളർ കോഡാണ്. വലിയ ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നടുക്ക് നമ്മുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ എഡിഷൻ നെയിമാണ് ഗൈസ്. ഫാൽക്കൺ എന്നാണ് ഇവൻ്റെ എഡിഷൻ നെയിം വരുന്നത്. BSKയുടെ സ്വന്തം ഫാൽക്കൺ ആണ് ഗൈസ്. ഇതേ നമ്മുടെ 2 പടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി പോലെയല്ല, ഇവന്മാർ സൈഡ് ഷീറ്റിലും ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ പുറകിലും ഉണ്ട് ഒരു ലോഗോ. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എക്ലിപ്സ് എന്നും പറഞ്ഞ് പുറകിൽ നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവർ BSK എന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പുറകിൽ 2 ഏണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 സൈഡിലും ഉണ്ട് ഗൈസ് ലോഗോ. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഏണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഷട്ടർ വണ്ടിയാണ്, ഗ്ലാസ് അല്ല. അതുകൊണ്ട് നല്ല എയറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കകത്തോട്ട് അടിച്ചങ്ങ് കയറും. നേരെ ഫുള്ള് തുറന്ന് കിടക്കുന്നതുകൊണ്ട് ഗ്ലാസ് ആണെങ്കിൽ പകുതി എയർ മാത്രമേ കയറത്തുള്ളൂ. ഏതായാലും നമ്മുടെ വണ്ടി ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കി ഇടാം. നമുക്ക് അകത്തോട്ട് കയറാം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വാതിലൊന്ന് തുറക്കാം ഗൈസ്. അങ്ങനെ നമ്മളിതേ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പയ്യൻ്റെ ആ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം സ്റ്റൈലിഷ് ഒരു ക്യാബിനാണ് ഗൈസ്. നമ്മുടെ കൊണ്ടോടി പോലെ അല്ല. നമ്മുടെ ഡാഷ്ബോർഡൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ BS6 ചേസാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ആ ഒരു സ്റ്റിയറിങ് വരുന്നത്. അത്യാവശ്യം അടിപൊളി ഒരു സ്റ്റിയറിങ് ആണ്. പിന്നെ നമുക്ക് ഇവനെ ഒന്ന് സ്റ്റാർട്ട് ആക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ജിന്നും കാര്യങ്ങളൊക്കെ അങ്ങ് പോണുണ്ട്. പിന്നെ അതായത് നമ്മുടെ വില്ലൻ വരുന്നുണ്ട് ഗൈസ്. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് അടിച്ച് മിന്നിച്ചാണ് പോണത്. അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കാം. അപ്പോൾ അതിന് മുന്നേ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവറാക്കുക ഗൈസ്. ഓക്കെ,
ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ഏതായാലും കൊള്ളാം. നമ്മുടെ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓണാക്കി ഇട്ടിട്ടുണ്ട്. 6 ഹെഡ് ലൈറ്റും 2 DRLും 4 ഫോഗ് ലാമ്പുമാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കണത്. ഫോഗ് ലാമ്പ് അഡീഷണൽ കയറ്റിയതാണ് ഗൈസ്. പിന്നെ കരൂരിൽ നിന്നും ചെയ്തു കൊടുക്കും, ഇവർ അഡീഷണൽ കയറ്റിയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ വണ്ടിക്ക് 2 കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് കാണാനായിട്ട് ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് 4 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കായാലും ഡീസൽ അടിക്കാൻ പോകാം ഗൈസ്. അപ്പോൾ നമുക്കായാലും വണ്ടി എടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവറാക്കുക ഗൈസ്. അപ്പോൾ ഇതേ നമ്മൾ നേരെ പമ്പിൻ്റെ അകത്തോട്ട് കയറ്റിയിടാം. എന്നിട്ട് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം ഗൈസ്. ഏതായാലും 30 ലിറ്ററാണ് ഇവൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളേതായാലും ഫുൾ ടാങ്ക് അടിക്കാൻ പോവാണ്. 4 ലിറ്റർ ഫ്യൂൽ ആകെ ഉള്ളൂ. എന്നാടെ ഇത്. അപ്പോൾ ഏതായാലും നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം ഗൈസ്. ഇവിടെ ഏതായാലും 103 രൂപയാണ് 1 ലിറ്റർ ഡീസലിന്. അപ്പോൾ നമുക്കായാലും ഫുൾ ടാങ്ക് അടിക്കാം ഗൈസ്. 30 ലിറ്റർ അടിക്കുമ്പോഴത്തേക്ക് 3000 സംതിങ് രൂപയാവും. അതായത് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കായാലും പയ്യെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. 3:55 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 4 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത്. ഏതായാലും 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയേക്കാം. ഇനി ചിലപ്പോൾ വല്ല ബ്ലോക്കും കിട്ടിയാലോ. അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഉള്ളൊരു വഴിയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി തിരിക്കാം. ഓക്കെ, തിരിഞ്ഞു എൻ്റെ അമ്മേ. അവൻ വന്ന് സൈഡിനിട്ടൊരു കയറ്റിയിട്ടുണ്ട്. സാരമില്ല, നമ്മുടെ കുഴപ്പമല്ല. ഏതായാലും വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ്. ഇത് നമ്മുടെ സീറോയുടെ വണ്ടിയാണെങ്കിൽ കത്തിച്ചൊരു പോക്ക് പോയിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ട് മിന്നി. ഇത് നമ്മുടെ ഈവിൾ ജെറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സമയമായിട്ടുണ്ട്. അതേ നമ്മുടെ വഴി ഏതായാലും അത്യാവശ്യം കൊള്ളാം ഗൈസ്. നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് നൈറ്റ് ഡ്രൈവ് എന്ന് പറയാൻ പറ്റില്ല, 4 മണിയായി, നേരം വെളുത്ത് തന്നെ ഉണ്ട്. ഏതായാലും അടിപൊളി ഒരു സ്ഥലമാണ് ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെ അത്ര ഓഫ് റോഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. നമുക്കായാലും നിർത്താൻ ഗൈസ്. നില്ല്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. വേഗം കയറേ. ഓക്കെ, ആൾ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ പറപ്പിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ സീറോയുടെ വണ്ടി പിന്നെയും കറങ്ങി അടിച്ച് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഇവിടെ മൊത്തം ചുറ്റി പിടിച്ചൊരു വഴിയാണ് ഗൈസ്. GPS ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോണത്. വഴി ഏതായാലും അത്യാവശ്യം കൊള്ളാം, നല്ല ടാറിട്ട വഴിയൊക്കെയാണ്. എൻ്റെ പൊന്നോ, വണ്ടി ഏതായാലും അത്യാവശ്യം കൊള്ളാം ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല പവറുള്ള വണ്ടിയാണ്. ഭാരത് ബെൻസ് നമ്മൾ വിചാരിച്ച മുതലല്ല. നമ്മുടെ ജിന്ന് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, ജിന്നിനെ പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് നേരെ ഇവിടെ സ്റ്റോപ്പുണ്ട് ഗൈസ്. നമുക്കാദ്യം ആളെ എടുക്കാം. 2 പേരൊക്കെ ഉള്ളൂ. ഇന്ന് നല്ല കളക്ഷൻ കുറവുള്ള ദിവസമാണ് ഗൈസ്. പോരാത്തതിന് ശനിയാഴ്ചയും കൂടി ആയ കാരണം ആൾക്കാരാണെങ്കിൽ കുറവാണ്. നിർത്തടേ, വണ്ടിയാണെങ്കിൽ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് പിന്നെ ആളെ കയറ്റി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ജിന്ന് ഫ്രണ്ടേ പോയിട്ടുണ്ട്. നമുക്ക് ജിന്നിനെ പിടിക്കാം ഗൈസ്. ചുമ്മാ ഒരു രസമാണ് ഇതൊക്കെ. നമുക്കതായാലും പറപ്പിക്കാം. ഓക്കെ, 70, 75 വണ്ടിക്ക് സ്പീഡ് ഗവർണർ. എൻ്റെ അമ്മേ, പറഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ജിന്ന് ഇതേ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയേക്കുവാണ്. അവിടെ സിഗ്നലാണ് ഗൈസ്, അതാണ് നിർത്തിയേക്കണത്. ജിന്നാണെങ്കിൽ ഇത് പുതിയ ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം കൊള്ളാം ഗൈസ്. ഞാൻ ജിന്നിനെ അധികം അങ്ങനെ കാണാറില്ല. ഇപ്പം രാത്രി കാണുമ്പോൾ അതിൻ്റെ ഒരു ഭീകരതയുണ്ട് ഗൈസ്. അവിടെ ജിന്ന് വോക്കലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വോയിസ് കട്ട് ചെയ്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. നമ്മുടെ ജിന്ന് എൻ്റെ പൊന്നെ, ജിന്നാണെങ്കിൽ നല്ല ചവിട്ടിയാണ് എൻ്റെ പള്ളി. ഇപ്പോൾ വില്ലൻ കൊണ്ടുവന്ന് ജിന്നിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് കയറ്റിയാൽ ജസ്റ്റ് മിസ്. വില്ലന് നല്ല ബ്രേക്കാണ് ഗൈസ്. വില്ലൻ അവിടെ അടിച്ച് തകർത്ത് പാട്ടൊക്കെ ഇട്ട് പോവാണ്. നമ്മുടെ വണ്ടിയിലും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇടാത്തതാണ്. നമുക്ക് ഇച്ചിരി വോളിയം കുറച്ച് വെച്ച് പാട്ടിടാം ഗൈസ്. നമുക്കായാലും കുറച്ച് വോളിയം കുറയ്ക്കാം, എന്നിട്ട് പാട്ടിടാം. ഓക്കെ,
ഗൈസ് അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ചെറുക്കൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഈ വണ്ടിക്കകത്ത് 2 സബ്ബുണ്ട് ഗൈസ്. നമ്മൾ ഒരെണ്ണം ഓണാക്കിയോളൂ, അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണ്. പിന്നെ നമ്മൾ ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഓണാക്കാത്തത്. അതായത് നമ്മൾ സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ വണ്ടി നിർത്താം ഗൈസ്. ഇതാണ് നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3255 രൂപയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ കളക്ഷൻ. ഏതായാലും കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ 6 മണിക്കാണ് അടുത്ത ട്രിപ്പ് നേരെ മൂവാറ്റുപുഴയ്ക്ക് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.